മൊത്തത്തിൽ വന്ന മുതലേ ഒരു നെഗറ്റീവാണ്. വന്നപ്പം തന്നെ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ വരുന്ന വഴി വണ്ടി ഗട്ടറിൽ ചാടി, വണ്ടി ഇത് ഓഫായി. അതുപോലെ നമ്മുടെ ക്യാമറയ്ക്ക് ചെറിയ ഡാമേജ് പറ്റി. ഇപ്പം വന്നപ്പോൾ കീ മിസ്സായി. Hello vlog, welcome to my guys, welcome to Kumgai Falls. Hello. This is Gabriel from Italy. Good morning. അപ്പം നമ്മുടെ മറ്റൊരു സ്ഥലം സിക്കിഹോറിൽ എത്തിയിട്ടുണ്ടോ? എത്തിയൊക്കെ നമ്മൾ ഇന്നലെ കാണിച്ചു. ഒരു ലോങ് ചെയ്യാനാണ്. കേൾക്കുമ്പോൾ ഒരുപാട് ഉള്ളതുപോലെ തോന്നും. പക്ഷേ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സിക്കിഹോറിലെത്തി അവിടെ നിന്നൊരു ബൈക്ക് എടുത്ത് വന്നതാണ്. സോ ഈ കാണുന്നതാണ് എന്താ പറയുക, ഇവിടുത്തെ ടോറീസ് ബാക്ക് പാക്കേഴ്സ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അമേസിങ് അല്ല, നല്ല രസമല്ലേ കാണാൻ. നമ്മൾ ഇന്നലെ അതിനുള്ള താമസിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ വന്നപ്പം കറണ്ടൊന്നും ഇല്ലായിരുന്നു. ആകെ മൊത്തത്തിൽ ദ്വീപ് ഒരു ഉറങ്ങിയ മാതിരിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ആരും ഇല്ലാത്ത ദ്വീപാണെന്ന് ചോദിച്ചാൽ ആക്ച്വലി കറണ്ട് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 50 മീറ്റർ പോലും വേണ്ട. നമ്മുടെ ഹോസ്റ്റലിനെ കൊണ്ട് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ കാണുന്നത് ബ്യൂട്ടിഫുൾ ബീച്ചാണ് കേട്ടോ. തുബോദ് ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ആക്ച്വലി ലേറ്റ് ആയി. നമ്മൾ 2-3 വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആൾക്കാർ എത്തി തുടങ്ങുമ്പോൾ രാവിലെ എത്തണമെന്ന് വിചാരിച്ച് 1/2 മണിക്കൂർ ഓടാണ്ട് നമുക്ക്. സോ വി നീഡ് ടു മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോസ്റ്റലാണ് കേട്ടോ. സോ നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ ബൈക്ക് എടുത്തിട്ട് നേരെ പോകാം. ഇവർക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല അവിടെയാണ് ചെക്കിനും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം. All scratch. Come here. This I didn't see this one. Daham. Thank you, my from my friend is Where you go to friend? Kambugai. You come go. Hi. Bari. Bari from Philippines. But I think maybe the self is not working. Always maybe doing the kick. Yeah, maybe. Thank you very much. വണ്ടി ഒന്ന് ചാട്ടം ചാടിപ്പോയി. ക്യാമറന്റെ ഭാഗ്യത്തിന് വലിയ പരിക്ക് പറ്റിയില്ല. പെട്ടെന്നാലും ചെറിയ രീതിയിലൊക്കെ സ്ക്രാച്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ആരെങ്കിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തില്ല. മൂപ്പര് കണ്ടപ്പോൾ തന്നെ നിർത്തി. എന്താ പ്രശ്നം? നല്ല 2 കിക്കർ അടിച്ചപ്പോൾ സാധനം റെഡിയായി. എന്നാലും വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. നമ്മള് വരുന്ന വഴിക്കൊന്നും ക്യാമറ ഓടും. പക്ഷെ വേറെ കുഴപ്പമൊന്നുണ്ടായില്ല. നമ്മൾ തിരിച്ചെത്തി അവിടെ കമ്പുകാലെത്തി. ടിക്കറ്റ്സ് എൻട്രി എന്നാണ് പറയുന്നത്. പെസോ എൻട്രൻസ് ഫീ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ പാർക്കിങ് കാര്യങ്ങൾ അങ്ങനൊന്നുമില്ല. സോ ഇത് കഴിഞ്ഞിട്ട് ചെറിയ ചെക്കിങ് കഴിഞ്ഞിട്ട് ഉള്ളോട്ട് പോകാം കേട്ടോ. കിടില വെള്ളച്ചാട്ടമാണ്. പക്ഷെ നമ്മൾ ഭയങ്കര ലേറ്റ് ആയിപ്പോയി. നല്ലോണം ആൾക്കാരുണ്ടെന്ന്. ഒരുപാട് വണ്ടി പുറത്ത് കാണുന്നുണ്ട്. ആക്ച്വലി 8 മണിക്കൊക്കെ ഇവിടെ എത്തണമായിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. This is for rent. Yeah. You are going to try this one. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ കയറി പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് വാട്ടർഫോൾസ്. പക്ഷെ ഇവിടെ ഈ ചെങ്ങാടത്തിന്റെ മുകളിൽ കയറി നിന്ന് പോവാം. അതിനും പൈസ ഉണ്ട്. ഇതിന്റെ മേലെ നിന്ന് ചാടാം, അതിന്റെ മേലെ നിന്ന് ചാടാം. അതിനൊക്കെ പേയ്മെന്റ് ഉണ്ടാവും. പക്ഷെ അവര് ഷൂട്ടിങ് കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നു തോന്നുന്നുണ്ട്. രസം ഉണ്ടാവും കേട്ടോ. കാരണം അവരുടെ ടാർസന്മാര് തൂങ്ങി പോയിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം സംഭവം പൊളിയാൻ ചാൻസുണ്ട്. പഞ്ഞൊക്കെ പോയി എടുക്കുന്നുണ്ട്. അടിപൊളി വാട്ടർഫോൾ ഉണ്ട്. ഒന്ന് ഇത്, രണ്ടാമത്തേത് താഴെ ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്. അവിടെ ആൾക്കാരൊക്കെ കൂടുതൽ ചാടുന്നത്. പക്ഷെ ഇതും അടിപൊളി സാധനം കേട്ടോ. ഇത് ഇവിടുത്തെ സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം ഇത് കുറച്ചുകൂടി നല്ല രസമുണ്ട് കാണാൻ.
എങ്ങനെയുണ്ട് പോയി കളേഴ്സ്? അടിപൊളി വാട്ടർഫോൾ അല്ല, എന്താ പറയാ, നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ സെറ്റ് കളർ ടോൺ ആട്ടോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. ഇത് മൂന്നാമത്തതാണ്. പിന്നെ താഴോട്ട് രണ്ടുണ്ട്. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഓഫ്കോഴ്സ് മേലോട്ട് ഇനിയും ഉണ്ടാവും വാട്ടർഫോൾസ്. അമേസിങ്. എല്ലാത്തിനും പൈസ ആണ്, ചെറിയ പൈസ ഉള്ളവർ ആവശ്യപ്പെടുന്നുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരുപാട് ദിവസമായി ചെയ്യുന്നു, ഞാൻ ടയേർഡാണ്, അതുകൊണ്ട് എല്ലാം ചെയ്യാൻ എനിക്ക് ടൈമില്ല. നിങ്ങൾ വരാണ് എന്തായാലും ട്രൈ ചെയ്യാം. സെക്യൂറിലെ ബാക്കി വിശേഷങ്ങളും കണ്ടോക്കാം. Hi, my name is Jonas. What's your name, sir? My name is Murshid. 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 Nice meeting you, Murshid. I'm Jonas from Manila. Manila, the Philippines guys. Yeah, nice meeting you. Welcome here in the Philippines. Maligayang pagdating sa Pilipinas. Thank you. ആൾക്കാരങ്ങോട്ട് ഇന്ന് കിട്ടിയാൽ എടുക്കാന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് ഞാൻ. ഇതാണ് ഇതിന്റെ വീഡിയോ കേട്ടോ, ഒരു രക്ഷയില്ലല്ലോ, എന്താ സാധനം. അവിടുത്തുള്ള ഫിലിപ്പീൻസിലെ ആൾക്കാരാണ് കേട്ടോ. Tenés po ah. Aquí tenés. Primero el push. Push. Le baño ni. 1, 2, 3, go. സ്വിങ് ചെയ്ത് ആക്ച്വലി സ്വിങ്ങിന് അവിടെ എത്ര ആളുള്ളൂ, പിന്നെ ആരും കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ. ഫസ്റ്റ് വൺ ആണെങ്കിൽ നല്ല രസമുണ്ട്. സെക്കൻഡ് അതാണ്. തേർഡ് നമ്മൾ ഇറങ്ങിയ തേർഡിൽ മാത്രമാണ് ഫസ്റ്റ് വൺ ആണ്. ഫസ്റ്റ് ആണ് കുറച്ചുകൂടി അടിപൊളി രസമുള്ളതാണ് കേട്ടോ. പിള്ളേർ കൊള്ളാം, എന്താ കളി എന്ന് പറഞ്ഞാൽ ചേട്ടന്മാരൊക്കെ. പിന്നെ വളരെ ഒരു മോശം എക്സ്പീരിയൻസ് എന്ന് പറയാം, നമ്മളെ കീ മിസ്സായി പോയി. നമ്മളവിടെ വെള്ളത്തിൽ കുറെ ഇറങ്ങി തപ്പിയിരുന്നു. ഇപ്പോൾ അവിടെ നമ്മുടെ പോലീസുകാരനൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ആൾക്കാരാണ്, എല്ലാവരും ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എവിടെ പോയി എന്നൊരു ഐഡിയ ഇല്ല. വെള്ളത്തിലെങ്ങനെ പോകണ ആവാനേ ഒരു ചാൻസ് ഉള്ളൂ. പക്ഷെ വെള്ളത്തിലും തപ്പിയിട്ട് കണ്ടിട്ടില്ല. വെള്ളത്തിൽ കിട്ടുള്ളത് ഒരു പണിയാണ്. ഇവിടെ എല്ലാവരും അവിടെ നിന്നൊക്കെ കുറെ തപ്പുന്നുണ്ട്, പക്ഷെ സാധനം കിട്ടിയില്ല. പോലീസുകാരെ നല്ല എങ്ങായി. ഇപ്പം പിന്നെ നമ്മുടെ ബൈക്കിന് ഓണേഴ്സിനെ വിളിച്ചു. അവരുടെ അടുത്ത് എന്തായാലും സ്പെയർ കീ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അവരെ വിളിച്ചപ്പോൾ അവരൊരു കീയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുവരുന്നവരെ വെയിറ്റ് ചെയ്യണം. നമ്മളൊരു ഹാഫ് ഡേ വേസ്റ്റ് ചെയ്യുക. ആകെ നമുക്ക് ഇവിടെ ഒരു 24 hours ഉണ്ടായിരുന്നുള്ളൂ. സ്പെയർ കീ അവർ കൊണ്ടുവരും. നോർമലി അവർ ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചാർജ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. നമുക്ക് വേണ്ടി അടുത്ത ആള് മുന്നിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന, പക്ഷെ അവനും കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും സ്പെയർ കീ കൊണ്ടുവരുന്നുണ്ട്. പൈസ പോയെന്നുള്ള ഒരു ഉറപ്പായി. ഇവരായിരുന്നു ബൈക്കിന് ഓണേഴ്സ്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ അടുത്ത് ആ കീ വാങ്ങണം. അവരെന്താ പ്രൈസ് പറയാമെന്നറിയില്ല. കീ ഇട്ടിട്ട് പോകണം. ഇങ്ങനെ പോയി കിടക്കരുതെന്നൊരു ഐഡിയ ഇല്ല. എന്താ ചെയ്യുക, സമയമൊക്കെ പോയി. ഹാവ് ടു കവർ ലോട്ട് മോർ ഏരിയാസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നത്തിങ്. കാരണം ഞാൻ വിചാരിച്ചത്, ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തപ്പോൾ അവരുടെ റൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 ആയിരുന്നു. പക്ഷേ നമുക്ക് ഇവരാകെ 500 പറയുള്ളൂ. ഞാൻ വിചാരിച്ച 1500 200 പറയുന്ന വിചാരിച്ച്. 500 ബസ് പറഞ്ഞാൽ 33 റംസേ ഉള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമില്ല. അതേപോലെ അവരിങ്ങോട്ട് വന്ന വണ്ടിനെ പെട്രോൾ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് 150 ഉണ്ട്. അപ്പോൾ ഞാൻ ടോട്ടലും മൊത്തത്തിൽ 600 കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ടൈം പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിലും ഏതായാലും സ്പെയർ കീ കിട്ടിയോണ്ട് ഭാഗ്യമായി. സോ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാം. സോ അങ്ങനെ നമ്മൾ വേറെ കീ കിട്ടി. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ലുക്കോങ് ഫാൾസ് എന്നാണ് അതിൻ്റെ പേര്. സോ ലുക്കോങ്, ഗുഡ് ആഫ്റ്റർനൂൺ. ലുക്കോങ് ഫാൾസിൽ 50 pesos എൻട്രൻസ് ഫീ ഉണ്ടെന്നാണ് പറയുന്നത്. 50 per person. ഹായ്. ഇത് കുറെ നടന്നിറങ്ങാണ്ട് കേട്ടോ. അതായോട്ടെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു നാട്ടിൻപുറത്ത് പ്രദേശ ഏരിയയിൽ അവരൊരു മറ്റേ കുളങ്ങ കെട്ടിണ്ടാക്കിയിട്ട് അതിന് ഫീസ് വെച്ച് വാങ്ങണോ സംശയമുണ്ട്. പക്ഷെ റോഡ് സൈഡിൽ നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. ഇതുപോലെ വേറെ 2 കൂടി ഉണ്ട്. അത് ഇതുപോലെ തന്നെ ചെറുതായതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഏതോ നാട്ടിൻപുറത്തൊരു ഏരിയ ആണ്. അവരതിൻ്റെ അകത്ത് ചുമ്മാ വെറുതൊക്കെ കെട്ടിണ്ടാക്കി വാട്ടർഫാൾസ് ആണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഇവിടെ നമ്മൾ ടൈം കാണേണ്ട ആവശ്യമില്ല.
വെള്ളമാണ്, നല്ല അടിപൊളി ക്ലിയർ വാട്ടറാണ്. നമുക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇനിയൊരു വാട്ടർഫാൾസ് കൂടി ഉണ്ട്. സോ അവിടെ കുളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മൂവിങ് ഫ്രം ഹിയർ, ജസ്റ്റ് കൈൻഡ് ഓഫ് ഓക്കെ, ദാറ്റ്സ് ഓൾ. കമ്പുകായിലേക്ക് പോയ റൂട്ട്, കമ്പുകായിൽ വെറും ഒരു 5 മിനിറ്റ് തിരിച്ചു വരേണ്ട ആവശ്യമുള്ളൂ. ഒന്ന് ഈ കവസാൻ ഫാളൻ കേവ് ഉണ്ട്, റിവ്യൂ നോക്കിയപ്പോൾ അവിടെ പേയ്മെന്റ് ഇല്ല എന്നാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ ലൊക്കോം ഫാൾസ് ഞാനിപ്പോൾ പോയത്. അതിന്റെ അപ്പുറത്തുള്ളത് കബുക് സയാൻ എന്നാട്ടോ. കബുക് സയാന് വ്യത്യാസമുണ്ട്, മറ്റേ വ്യത്യാസമുണ്ട്. കബുക് സയാനിൽ അത്യാവശ്യം ചാടാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ സെയിം ലൈക്ക് കൈൻഡ് ഓഫ് വാട്ടർഫാൾസ് ഓൺലി. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ തിരിച്ച് ബൈക്ക് എടുത്ത് നമ്മൾ പോവാണ്. Hello. ഹായ്, 20 പേഴ്സ് Write your name, sir. ഇവിടെ കുറെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ, നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ട്. What is this? Your name and your country and signature. Okay. Okay. Thank you, sir. അപ്പൊ അങ്ങനെ. Oh, blood, sir. Yes. What is your blood? My name. And your answer. You. Oh, I am the one in the Philippines. They're doing vlog. Not the Filipino people. So ഇതാണ് ആ ഒരു മരം. 400 വർഷത്തോളം പഴക്കമുള്ള മരം എന്നാണ് പറയുന്നത്. ഭയങ്കര ക്രൗഡറാണ്, ഒരേ ആൾക്കാരോട് വന്നിട്ട് കാലിട്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കാലൊക്കെ ഇറക്കി വെച്ച് ഇരിക്കുകയാണെങ്കിൽ മീൻ വന്നിട്ട് നമ്മളെ കൊത്തും. കാലിലുള്ള ചെറും കാര്യങ്ങളൊക്കെ കൊത്തിയെടുക്കുന്നതാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്, അതാണ് അതിൻ്റെ ഒരു സംഭവം. പക്ഷെ ക്രൗഡൊന്നും ഇല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ രസമായിരിക്കും. കാണാൻ പറ്റുന്നില്ല, ரொம்ப മീനാണ് ചേറുന്നുള്ള സാധനമില്ല, അതന്നെ. സോ ഇതാണ് കേട്ടോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കുറേ ആൾക്കാർ മൊബൈലൊക്കെ കളിച്ചോണ്ടിരിക്കണം, അപ്പോൾ ഒന്നും അറിയില്ല. അപ്പം ചേരൊക്കെ അതിങ്ങനെ കൊത്തിയെടുത്ത് പോയിക്കോളും. ഈ മരമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീരെ ആളുണ്ടല്ലോ. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡഡാണ്, പക്ഷെ നമുക്ക് അങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലവും സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മീനൊക്കെ ഒന്ന് കൊത്തുമ്പോൾ പേടിയാണല്ലോ. സോ ലെറ്റ്സ് മൂവ് ടു അതർ ലൊക്കേഷൻ. Bye. Shout out. സോ ഇതാണ് ലുഗാൻസൺ ഫാള്. ഇവിടെ 20 പെസോയാണ് എൻവയോൺമെന്റൽ ഫീ ആയിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ലുഗാസാൻ ഫാൾ. ലുഗാൻസോണിൽ നമുക്ക് ഇപ്പോൾ നോക്കാം. ഇതാണ് എൻട്രൻസ്. 5 മണിക്ക് ക്ലോസ് കിട്ടുമായിരുന്നു വാട്ടർഫാൾസ് ഒക്കെ. സോ അതിനനുസരിച്ച് ടൈമും കാര്യങ്ങളൊക്കെ അക്കോർഡിംഗ്ലി അറേഞ്ച് ചെയ്യാം. സോ ഇതാണ് ലുഗാൻസോൺ ഫാൾ എന്ന് പറയുന്നത്. So let's see, we can jump. ജമ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടത്. കണക്കെ ചാട് നോക്കി, കണക്ക് ഒറ്റ ചാടാൻ പറഞ്ഞു. ഹായ്. Hello, welcome to the vlog. I'm just saying in his age, I was literally worried to jump. This is the Filipino boy. Yes. Yeah. ചാടി എണീറ്റ് കയറി വന്നു. ചെറുതിന് മാത്രം അവർ കിട്ടുകൊടുക്കുന്നത്. അവരിപ്പോഴേ വെള്ളത്തിൽ ഇറക്കിട്ട് അങ്ങനെ ശീലിപ്പിക്കുകയാണ് കേട്ടോ. സോ ഞാൻ ഇറങ്ങി നോക്കി, അത്യാവശ്യം മോളമലയൊക്കെ പോയി നീന്തി വരാൻ പറ്റുന്നുണ്ട്. കുറച്ച് കുഴപ്പമില്ലാത്ത ലെവൽ വാട്ടമുണ്ട്, പക്ഷെ ഇതൊരു കുണ്ടാണ്. സോ എന്തായാലും നല്ല ഡെപ്ത് ഉണ്ടാവും അതിനെ. ഡൈവ് പറഞ്ഞ ഡൈവ് It's recording, right? Go ahead. That's recording. Yeah. Deep? It's a little deep. The struggle over there. I'm not going there. I'm just having here. കിളി പറയുണ്ടാവും. അമ്മാര് ചാട്ടാണ്.
അതാണ് അവിടെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽസ് ആണ്. ക്രേസി ആൾക്കാരാട്ടോ അവിടെ ഉള്ളത്. എമ്മാര് ജമ്പായി നോക്കി, എമ്മാര് ഹൈറ്റിനാണ് ചാടുന്നത്. നമുക്ക് ചാടാൻ പറ്റും കേട്ടോ. സമുദ്രത്തിൽ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ല, ഇവിടെ കുറച്ച് ഡീപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാടാതെ ഇറങ്ങിയപ്പോൾ വെള്ളം അങ്ങനത്തെ ഒരു വെള്ളമാണ്. അതുകൊണ്ട് നല്ല ടയർഡായിരുന്നു. കുറെ ദിവസം ചാടിയിട്ട്. EJ. EJ. Yeah. It's a different name. What's your name? My name is Murshid. Okay, nice So to meet you. nice to meet you. I think people are okay, fine, and the places are really fantastic. Alnado was superb. Molbol came to Sikihor. Tomorrorow I will go to Bohol. Bohol, yeah. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫിനിഷ് ചെയ്തു. നല്ല ഒരുപാട് ജമ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരുണ്ട്, നല്ല സൂപ്പർ അവന്മാർ ഡെയിലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അടിപൊളി സാധനം കിട്ടി. 4 മണി. നമുക്ക് ഇനി സൺസെറ്റ് ആണ് പോകണം. അപ്പോൾ ഈ വയസ്സിൽ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ റൂമിൽ പോകുന്ന വായിക്കാനാണ്. സോ നമുക്ക് റൂമിൽ പോയി ചേഞ്ച് ആയതിനു ശേഷം പോകാം. 2 ബെസ്റ്റ് ബീച്ചസ് ഉണ്ട്. ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാം, മറ്റൊരു സ്ഥലത്ത് സൺസെറ്റ് കിട്ടാം. അങ്ങനെയാണ് പ്ലാൻ. സോ ബൈ ബൈ. നല്ല കുളിച്ചൊന്ന് ഫ്രഷായി നേരെ ഇറങ്ങിയതാണ്. കുറച്ച് ലേറ്റായി വീണ്ടും. സോ നമ്മൾ തുബോദ് ബീച്ചിലേക്കാണ്. തുബോദ് ബീച്ച് ആക്ച്വലി എൻ്റെ റൂമിൻ്റെ നേരെ പുറകിൽ ഞാൻ രാവിലത്തതിൽ കാണിച്ചില്ല, ബാക്കിയെങ്കിൽ ആ സെയിം ബീച്ച് തന്നെയാണ്. ഇറ്റ് വാസ് ഗുഡ് ടു സീ സൺസെറ്റ്. ബട്ട് പാലറ്റോൺ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് സൺസെറ്റ് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ. സോ ഞാൻ പാലറ്റോണിലേക്കാണ് പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ആ വ്യൂ ഒന്നും കൂടി ഒന്ന് കാണാമെന്ന് വേണ്ടി മാത്രമാണ്. എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ആക്ച്വലി ഹോസ്റ്റലിൽ 2 മിനിറ്റ് ഇപ്പുറം തന്നെയാണ് ലൊക്കേഷൻ കാണിച്ചത്. അപ്പം സെറ്റാണ്. എന്താ പറയുക, ഒരു വൈകുന്നേരം കൂടെ വന്നിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഐ ലവ് തുബോദ് മറൈൻ. എന്താ സൺസെറ്റ് വ്യൂ നോക്കില്ല, അങ്ങോട്ട് നല്ല നീളത്തിൽ കിടക്കുന്നുണ്ട്. അത് സോ അമേസിങ്, സോ അമേസിങ്. Can you say, man, what is this beauty? നോക്കിയോ എന്താ രസമല്ലേ, ഒരു രക്ഷയില്ല. ഹായ്, അപ്പോൾ നമ്മൾ പാലറ്റോൺ ബീച്ചിലെത്തിയിരിക്കുകയാണ്. നല്ല പൂക്കള ഷർട്ടൊക്കെ ഇട്ടിട്ട്. സോ നല്ല സൺസെറ്റ് വ്യൂ ആണ് ഇവിടെ. ഒരുപാട് ആൾക്കാരുണ്ട് ഇത് കാണാൻ വേണ്ടി. പക്ഷെ മെയിൻലി കാണുന്ന സ്ഥലം കുറച്ചേ ഉള്ളൂ തോന്നുന്നു. സോ അവരൊക്കെ അവിടെ എൻജോയ് ചെയ്യണം. ലെറ്റ്സ് സീ. ബാറ് കണ്ടോ, ബീച്ച് സൈഡിൽ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ബാറാട്ടോ ഉള്ളത്. അടിക്കുക, അവിടെ ഇരുന്ന് സൺസെറ്റ് കാണാം. എന്താ വ്യൂ നോക്കുക, ഭയങ്കര രസം. 2 സൈഡിലുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെയൊക്കെ ബാറുണ്ട്. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടെ നൈറ്റ് ലൈഫും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചാൽ. കാരണം എന്താ പറയുക, ഇന്നലെ നമ്മൾ വന്നപ്പോൾ ആക്ച്വലി ഇവിടെ പവർ ഓഫ് ആയിരുന്നു, പവർ കട്ട്. അതായത് മൊത്തം ദ്വീപ് പവർ പോയി കിടക്കായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ആരും ഒന്നും ഉണ്ടായിരുന്നേ. എൻ്റെ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം കംപ്ലീറ്റ് ഓണാണ്. നമ്മൾ ഒരു ചെറിയ ദ്വീപായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വെള്ളച്ചാട്ടത്തിന് അവിടുന്ന് കണ്ട ആൾക്കാരൊക്കെ വൈകുന്നേരം ബീച്ചിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ സെറ്റപ്പിനല്ല, രാവിലെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം, വൈകുന്നേരം ആകുമ്പോൾ വന്ന് റെസ്റ്റ് എടുക്കാം. സിക്കിദോറിൽ ഇത് മാത്രമല്ല കേട്ടോ കാണാനുള്ള. സിക്കിദോറിൽ ഞാൻ മിസ് ചെയ്ത 1-2-3 സ്ഥലങ്ങളുണ്ട്. ആകെ 100 കിലോമീറ്റർ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കൊരു ബൈക്ക് തന്നെ മൊത്തം കറങ്ങി എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ എവിടെ പോയപ്പോഴും ഈ ഫിലിപ്പീൻസിൽ നമ്മൾ ദുബായിലൊക്കെ കാണുന്ന ആ ഒരു ഭയം ഇല്ലാന്നാട്ടോ വിചാരിച്ച്. ഒന്ന് വന്ന് നോക്കുമ്പോൾ എനിക്ക് സിക്യൂറിന് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് ബനാനാസ് എന്താ അവിടെയുള്ള ടൈപ്പ്. This is from Secure? Yeah. It's here? മാങ്ങ നല്ല അടിപൊളി മാങ്ങ കേട്ടോ ഇവിടെ ഉള്ളത്. കഴിച്ചു നോക്കണം. അവരാണിപ്പോൾ ഇവിടുന്ന് നല്ല കട്ട് ചെയ്ത് സെറ്റാക്കി തരുന്നുണ്ട്. കിട്ടണം നല്ല മധുരം ഒത്തക്കാം. ആദ്യമായിട്ടാണ് ഫ്രൂട്ട്സ് കഴിച്ചു നോക്കുന്നത്. ഐലൻഡ് ഷോപ്പിംഗ് ടൂറിന് പോയതല്ലാതെ വന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നപ്പോഴാണ് ഇന്ന് രാത്രി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആക്കാന്ന് വിചാരിച്ചു. സോ ഇറ്റ്സ് ബെസ്റ്റ്. Yes, so good.
ഫ്രൂട്ട്സിന്റെ ഷോപ്പാണ് കേട്ടോ അത്. ഫ്രൂട്ട്സിന് പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. ഫ്രൂട്ട്സിന് എന്താ പറയുക, ഓൾമോസ്റ്റ് നമ്മൾ കഴിച്ചപ്പോൾ 126 പെസോ ആയി. നമ്മൾ ആകെ ഒരു ആപ്പിൾ, ഒരു വത്തക്ക, ഒരു വാട്ടർമെലോണിന്റെ പകുതി അങ്ങനെ എടുത്തു. പക്ഷെ ഫ്രൂട്ട്സ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംഗോ ഒരു രക്ഷയില്ല. നമ്മുടെ ഇന്നത്തെ ഡിന്നർ നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോകുന്നതോടെ നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. നമ്മൾ നാളെ നേരെ ഇവിടുന്ന് ബോഹോളിലേക്ക് പോകുന്നതാണ്. ബായ്.